എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ജുഡീഷ്യറി അഥവാ കോടതി എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിട്ട് സുപ്രീം കോടതി, അതിന് കീഴിൽ സംസ്ഥാനങ്ങളിലായി ഹൈക്കോടതി, ഓരോ സംസ്ഥാനത്തിലെയും ഹൈക്കോടതികൾക്ക് കീഴിലായി അതായത് ജില്ലാ കോടതികളും അതേപോലെ മറ്റ് കീഴ്ക്കോടതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അതിൻ്റെ കീഴിലാണ് ബാക്കി കോടതികളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ കോടതിയുടെ ചരിത്രം നമ്മളൊന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി, ഇന്ത്യ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്തുള്ള കാര്യം മുതൽ നമ്മൾ പറയണം. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി നിലവിൽ വരുന്നത്. അതെവിടെയായിരുന്നു? അന്ന് കൽക്കട്ടയിലായിരുന്നു. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരായിരുന്നു? എലീജ ഇംപെ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ 1774 ആദ്യമായിട്ട് കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി നിലവിൽ വന്നു. അത് കഴിഞ്ഞ് 1800 മദ്രാസിൽ ഒരു സുപ്രീം കോടതി നിലവിൽ വന്നു. അത് കഴിഞ്ഞ് 1823 നമ്മുടെ ബോംബെയിൽ ഒരു സുപ്രീം കോടതി നിലവിൽ വന്നു. ഓക്കെ, അങ്ങനെ 3 സുപ്രീം കോടതികളാണ് നിലവിലുണ്ടായിരുന്നത്. അതിനുശേഷം നിങ്ങൾ അറിയേണ്ട മറ്റൊരു ആക്ട് എന്ന് പറയുന്നത് 1861 നിലവിൽ വന്ന ഇന്ത്യൻ ഹൈക്കോടതി നിയമമാണ്. 1861 നിലവിൽ വന്ന ഇന്ത്യൻ ഹൈക്കോടതി നിയമമാണ് പിന്നീട് അറിയേണ്ടത്. ഈ ഹൈക്കോടതി നിയമം നിലവിൽ വരുന്ന സമയത്ത്, അതായത് ഇത് പാസ്സാക്കുന്ന സമയത്ത് വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനിങ് പ്രഭുവാണ്. ഓക്കെ, കാനിങ് പ്രഭു ആയിരുന്നു 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് പാസ്സാക്കുന്ന സമയത്ത് വൈസ്രോയി കാനിങ് പ്രഭു ആയിരുന്നു. അതിനുശേഷം ഈ നിയമപ്രകാരം ആദ്യമായിട്ട് 1862 ഒരു ഹൈക്കോടതി നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈക്കോടതി നിയമത്തിലൂടെ ഈ മുകളിൽ നമ്മൾ പറഞ്ഞ 3 സുപ്രീം കോടതികളുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 സുപ്രീം കോടതികളെയും ഇല്ലാതാക്കി, അതായത് അബോളിഷ് ചെയ്തു. ഈ പറയുന്ന ഹൈക്കോടതി നിയമത്തിലൂടെ ഈ പറയുന്ന 3 സുപ്രീം കോടതികളെയും പിൻവലിച്ചു, അല്ലെങ്കിൽ അത് ഇല്ലാതെയാക്കിക്കൊണ്ട് പിന്നീട് എന്ത് വന്നു? 3 ഹൈക്കോടതികളാണ് ഈ നിയമത്തിലൂടെ ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഇനി മുതൽ എന്തില്ല? സുപ്രീം കോടതി ഇല്ല, ഇനി ഹൈക്കോടതികൾ മാത്രമേ ഇന്ത്യയിൽ നിലവിലുള്ളൂ. ഓക്കെ, അപ്പോൾ 1861 ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വരുന്ന 1862 തൊട്ടടുത്ത വർഷം തന്നെയാണ്. അത് ഏതായിരുന്നു വെച്ചാൽ കൽക്കട്ട ഹൈക്കോടതിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി എന്ന് പറയുന്നത് ഈ കൽക്കട്ട ഹൈക്കോടതിയാണ്. ഇന്നും ഇതിൻ്റെ പേര് കൽക്കട്ട ഹൈക്കോടതി തന്നെയാണ് പേര്. ഓക്കെ, സംസ്ഥാനത്തിൻ്റെ പേര് മാറിയതുപോലെ ഹൈക്കോടതിയുടെ പേരൊന്നും മാറിയിട്ടില്ല, കൽക്കട്ട ഹൈക്കോടതി തന്നെയാണ് അറിയപ്പെടുന്നത്. 1862 ജൂലൈ 1 ഇത് നിലവിൽ വരുന്നത്. ജൂലൈയിലാണ് നിലവിൽ വരുന്നത്. ജസ്റ്റ് 1862 നിലവിൽ വരുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം, അതായത് ഇതേ വർഷം തൊട്ടടുത്ത മാസം നിലവിൽ വന്ന രണ്ടാമത്തെ ഹൈക്കോടതി എന്ന് പറയുന്നത് ബോംബെ ഹൈക്കോടതിയാണ്. മൂന്നാമത്തെ ഹൈക്കോടതി എന്ന് പറയുന്നത് മദ്രാസ് ഹൈക്കോടതിയാണ്. ഓക്കെ, അപ്പോൾ 1862 കൽക്കട്ട, ബോംബെ, മദ്രാസ് ഇങ്ങനെ 3 ഹൈക്കോടതികൾ നിലവിൽ വന്നു. ആ സമയത്ത് സുപ്രീം കോടതിയൊന്നുമില്ല, അതൊക്കെ പിൻവലിച്ചു നമ്മൾ പറഞ്ഞു. അങ്ങനെ ഈ 3 ഹൈക്കോടതികൾ നിലവിൽ വന്നു. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് 1866 അലഹാബാദ് ഹൈക്കോടതി 4ാമത്തെ ഹൈക്കോടതിയായിട്ട് നിലവിൽ വന്നു. ഓക്കെ, 1866 4ാമത്തെ ഹൈക്കോടതിയായിട്ട് ആര് വന്നു? അലഹാബാദ് ഹൈക്കോടതി നിലവിൽ വന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഹൈക്കോടതി നിയമം നിലവിൽ വരുന്ന സമയത്ത് വൈസ്രോയി കാനിങ് പ്രഭു ആയിരുന്നെങ്കിൽ, ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വരുന്ന സമയത്ത് 1862 വൈസ്രോയി അപ്പയ്ക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? എൽഗിൻ എന്ന് പറഞ്ഞ പ്രഭുവായിരുന്നു. ഓക്കെ, അപ്പോൾ എൽഗിൻ പ്രഭുവിൻ്റെ കാലത്താണ് ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇയാൾ മാറി ഇയാൾ വന്നു എന്നുള്ളത് ജസ്റ്റ് കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന് ശേഷം ഈ ഹൈക്കോടതികൾക്കൊക്കെ ശേഷം ഇതൊക്കെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പഠിക്കേണ്ട നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം 1935 എന്ത് വരുന്നത്? നമ്മുടെ ഫെഡറൽ കോടതി എന്ന് പറയുന്ന ഒരു കോടതി, അതായത് ഈ 3 ഹൈക്കോടതികൾക്ക് മുകളിലായിട്ട് സുപ്രീം കോടതിയുടെ അതേ നിലവാരമുള്ള ഒരു ഫെഡറൽ കോടതി നിലവിൽ വരുന്നത് പിന്നീട് വരുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിലൂടെയാണ്. ഈ നിയമം വഴി 1937 ന്യൂഡൽഹിയിലാണ് ഈ പറയുന്ന ഫെഡറൽ കോടതി നിലവിൽ വരുന്നത്. ഓക്കെ, ഫെഡറൽ കോടതി നിലവിൽ വരുന്നത് എന്ന കാര്യം ഒന്ന് ആലോചിച്ച് വയ്ക്കുക.
ഈ ഫെഡറൽ കോടതിയാണ് പിന്നീട് നമുക്ക് ഭരണഘടന നിലവിൽ വരുന്ന 1950 ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഈ ഫെഡറൽ കോടതി എന്തായിട്ട് മാറി? ഇന്ന് കാണുന്ന സുപ്രീം കോടതിയായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ 1950 ജനുവരി 28-നാണ് നമ്മുടെ സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത് ആ സമയത്ത്, അതായത് വരുന്ന സമയത്ത് തന്നെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഒരു സൈഡിലായിരുന്നു സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിച്ചത് ഈ പറയുന്ന ദിവസം. പിന്നീട് 1958-ലാണ് ഇന്ന് കാണുന്ന മന്ദിരത്തിലേക്ക് സുപ്രീം കോടതി പ്രവർത്തനം മാറ്റിയത്. അപ്പോൾ 58 വരെയും പാർലമെൻറ്റിൻ്റെ ഒരു ഭാഗത്തായിരുന്നു, പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഒരു ഭാഗത്തായിരുന്നു പ്രവർത്തനം ആരംഭിച്ചത്. 1958-ലാണ് ഇന്ന് കാണുന്ന മന്ദിരത്തിലേക്ക് സുപ്രീം കോടതിയുടെ പ്രവർത്തനം മാറ്റിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫെഡറൽ കോടതിയാണ്, അതായത് നമ്മുടെ രാജ്യത്തിന് മൊത്തം വേണ്ട കോടതിയാണ്. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ ആയിക്കോട്ടെ, ഓരോ സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എവിടെ കേൾക്കുന്നുണ്ട്? നമ്മുടെ ഈ സുപ്രീം കോടതിയിൽ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു ഫെഡറൽ രാജ്യമാണ്. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോ സംസ്ഥാനത്തിനുമായിട്ട് ഓരോ കോടതിയും, ഓരോ പ്രൊവിൻസിന് വേണ്ടി ഓരോ കോടതിയും, അതുപോലാതെ രാജ്യത്തിന് മൊത്തമായിട്ട് ഒരു ഫെഡറൽ കോടതി എന്ന സംവിധാനമാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ കേരളത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഹൈക്കോടതി ഉണ്ടെങ്കിലും ആ ഹൈക്കോടതി ആരുടെ കീഴിലാണ്? സുപ്രീം കോടതിൻ്റെ കീഴിലാണ്. അല്ലാതെ ഹൈക്കോടതിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു അധികാരപരിധിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഫെഡറൽ കോടതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നത കോടതിയാണ്, ഫെഡറൽ കോടതിയാണ് ഏത്? സുപ്രീം കോടതി എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതേപോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. ഓക്കെ, ഇതേപോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഫെഡറൽ കോടതിയാണെന്ന് മനസ്സിലാക്കുക, പരമോന്നത അപ്പീൽ കോടതിയാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന കോടതിയാണ്, ഭരണഘടനയുടെ രക്ഷാധികാരിയാണ്. അത് ഭരണഘടന സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഭരണഘടനയിലെ ഭാഗം 5-ലാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്നത്. ഭാഗം 5-ലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 124-ലാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 124-ആണ്. ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 214 എന്ന് പറയുന്ന നമ്പർ കിട്ടി. 214-ആണ് എന്ത് പറയുന്നത്? നമ്മൾ ഹൈക്കോടതി പഠിക്കുന്ന സമയത്ത് പറയും. പക്ഷേ ഹൈക്കോടതിയെക്കുറിച്ച് ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 214-ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 124, 214 ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി അപ്പോൾ 124 എന്ത് പറയുന്നു? ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ 124-ആണെന്ന് പറയാം. ഓക്കെ, നിലവിൽ സുപ്രീം കോടതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 33 ജഡ്ജിമാരാണ് ഇപ്പം നിലവിലുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിനെ പറയുമ്പോൾ ജഡ്ജിമാരുടെ എണ്ണം പറയുമ്പോൾ അത് കാലാകാലങ്ങളിലായിട്ട് ആവശ്യങ്ങൾക്കനുസരിച്ച്, ജോലി ഭാരം കൂടുന്നതിനനുസരിച്ച് ജഡ്ജിമാരുടെ എണ്ണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി 2019-ലാണ് ഇത്ര ജഡ്ജിമാർ വേണമെന്നുള്ള നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ആ നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 34 ജഡ്ജസാണ് വേണ്ടത്. അതായത് ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും കൂടാതെ മറ്റ് 33 എണ്ണം, അതായത് ഒരു CJI, ഒരു ചീഫ് ജസ്റ്റിസും കൂടാതെ 33 മറ്റ് ജഡ്ജസുമാരും അടങ്ങുന്നതാണ് എണ്ണം എന്ന് പറയുന്ന നിയമം 2019-ലാണ് പാസ്സാക്കുന്നത്. അതിന് മുന്നേ ഇങ്ങനെ ഓരോ കാലകാലങ്ങളിൽ നിയമമായിട്ട് ഇങ്ങനെ വരുന്നതായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് 2019-ൽ ഇറക്കിയ നിയമമാണ്. അതിലൂടെ ടോട്ടൽ എത്രയാണ്? 34 എന്ന് പറയുന്ന നമ്പറാണ്. 1+33 എന്ന് പറയുന്ന നമ്പറാണ്. പക്ഷേ ഇപ്പം നിലവിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം എത്രയാണ്? 33-ആണ്. അതായത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 33 പേരാണ് ഇപ്പം നിലവിലുള്ളതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അങ്ങനെ കാര്യമായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കാം. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ ആരാണ് നിയമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഓക്കെ, മറ്റ് ജഡ്ജിമാരെ ആണെങ്കിലോ ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ചീഫ് ജസ്റ്റിസ് നിയമിച്ചു കഴിഞ്ഞാൽ ബാക്കി ജഡ്ജിമാരെ നിയമിക്കുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ റെക്കമെൻഡേഷൻ വഴി രാഷ്ട്രപതി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടിയാലോചന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. അതായത് കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജസിൻ്റെ ഒരു പാനലാണ് കൊളീജിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കൊളീജിയവുമായി ബന്ധപ്പെട്ട് ഇവരാണ് കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഓരോ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെയും സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരെയും ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഈ കൊളീജിയമാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതിയിലെ ജഡ്ജിമാർ തന്നെയാണ് മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. അതിൽ പാർലമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് എക്സിക്യൂട്ടീവോ മറ്റ് ലെജിസ്ലേച്ചറോ ഒന്നും തന്നെ കൈകടത്തുന്നില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ കൊളീജിയം സിസ്റ്റമാണ്. പിന്നെ നമ്മൾ ഭരണഘടനാ ഭേദഗതി പഠിച്ചപ്പോൾ NJAC എന്ന് പറഞ്ഞ ഒരു ബോഡിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്തായിരുന്നു?
ഈ ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഒരു കമ്മീഷനായിരുന്നു. അത് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് റദ്ദ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ജഡ്ജിമാരെ നിയമിക്കുന്നത് ജഡ്ജിമാർ തന്നെയാണ്, അവിടെ ആരും കൈ കടത്താൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊളീജിയൻ സിസ്റ്റമാണ് ഇവരെ നിയമിക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ, രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. പക്ഷേ രാഷ്ട്രപതി നിയമിക്കുന്നതിന് മുന്നേ ഇപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിക്കുന്നുണ്ട്. മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നതിലൊക്കെ ഈ കൂടിയാലോചന എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞു എത്രയാണ്, ഇപ്പോൾ നിലവിൽ 33 ജഡ്ജിമാരാണ് മൊത്തം ഉള്ളത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 33 ജഡ്ജിമാരാണുള്ളത്. അതിൽ 3 വനിതാ ജഡ്ജിമാരാണുള്ളത്. ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ 3 വനിതാ ജഡ്ജിമാരാണുള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹിമ കോഹ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹിമ കോഹ്ലി, അതുപോലെ തന്നെ വി നാഗരത്ന, അതുപോലെ തന്നെ ബെല എം ത്രിവേദി. അങ്ങനെ 3 പേരാണ്. ഹിമ കോഹ്ലി, വി നാഗരത്ന, അതേപോലെ ബെല എം ത്രിവേദി എന്ന് പറയുന്ന 3 പേരാണ് നിലവിൽ സുപ്രീം കോടതി ജഡ്ജിമാരിലെ 3 വനിതകൾ എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് യോഗ്യതകൾ എന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 124 തന്നെയാണ് യോഗ്യതയെക്കുറിച്ച് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. ഇന്ത്യയിലെ ഏത് പ്രധാനപ്പെട്ട പോസ്റ്റ് വഹിക്കണമെങ്കിലും ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നെ എന്താണ്? രണ്ടാമത്തേലും 3 എണ്ണം പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നിതാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഒന്നെങ്കിൽ 5 വർഷക്കാലം ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരിക്കണം, അതല്ലെങ്കിൽ 10 വർഷക്കാലം ഹൈക്കോടതിയിലെ വക്കീലായിരിക്കണം, അതുമല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു വിശിഷ്ട നിയമജ്ഞനായിരിക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഹൈക്കോടതി ജഡ്ജിമാർക്ക് വരുന്നില്ല. സുപ്രീം കോടതി ജഡ്ജിയുടെ കാര്യത്തിൽ മാത്രമേ എന്ത് പറയുന്നുള്ളൂ? പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു വിശിഷ്ട നിയമജ്ഞനായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഈ പറയുന്ന സാധനം ഹൈക്കോടതിയിലേക്കും ബാധകമാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് യോഗ്യതകളെ കുറിച്ച് പറയുന്നത്. പിന്നെ സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത് ഭരണഘടനയിൽ നിശ്ചയിച്ചിട്ടില്ല. മിനിമം പ്രായം പറയുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രസിഡന്റ് മുമ്പാകെയോ അല്ലെങ്കിൽ പ്രസിഡന്റ് നിയമിക്കുന്ന മറ്റൊരാൾ മുമ്പാകെയോ ആണ് സുപ്രീം കോടതി ജഡ്ജിയെ നിയമിക്കോട് നിർത്തി പ്രതിജ്ഞ. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാണ്? പ്രസിഡന്റിന്റെ മുമ്പാകെയാണ്. ഇനി അഥവാ പ്രസിഡന്റ് ഇല്ല എങ്കിൽ പ്രസിഡന്റ് നിശ്ചയിക്കുന്ന മറ്റൊരാൾക്ക് മുമ്പാകെയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ എന്ത് ചെയ്യേണ്ടത്? സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. അതുപോലെ തന്നെ അവരുടെ ശമ്പളം, അലവൻസ്, ആനുകൂല്യങ്ങൾ ഇതെല്ലാം പാർലമെന്റാണ് നിയമം വഴി നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ചീഫ് ജസ്റ്റിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 2,80,000 രൂപയും മറ്റ് ജഡ്ജിമാരുടെ ശമ്പളം എന്ന് പറയുന്നത് 2,50,000 രൂപയുമാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ റെഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ 65 വയസ്സാണ് റിട്ടയർമെൻറ്റ് ഏജ് എന്നാണ്. അപ്പോൾ ഇവർ വിരമിക്കുന്ന പ്രായം എന്ന് പറയുന്നത് 65 വയസ്സാണ്. ഓക്കെ, പിന്നെ ഇവർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് രാജി സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ പുറത്താക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് പുറത്താക്കുന്നത്. പക്ഷേ ആരുടെ ശുപാർശ കൂടെ വേണം? പാർലമെൻറ്റ് രാഷ്ട്രപതിയോട് പറയുകയാണ് ഇയാളെ പുറത്താക്കിക്കോ എന്ന് പറയുമ്പോൾ മാത്രമേ രാഷ്ട്രപതിക്ക് അയാളെ പുറത്താക്കാൻ സാധിക്കൂ. ഇനി ജഡ്ജിമാരുടെ എങ്ങനെയാണ് നീക്കം ചെയ്യുക? അവരുടെ നമ്മൾ പ്രോസസ്സിന് നമ്മൾ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 124 സബ് ക്ലോസ് ആയിട്ട് വരുന്ന 4 എന്ത് പറയുന്നത്? 124 ക്ലോസ് 4 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് എന്ത് പറയുന്നത്? ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന കാര്യം പറയുന്നത്. ഓക്കെ, 124 നമ്മൾ പറഞ്ഞു. അതിൻ്റെ കീഴിൽ വരുന്ന ഈ 4 എന്ത് പറയുന്നത്? ജഡ്ജിമാരെ എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കാരണങ്ങൾ കൊണ്ടാണ്, 2 കാരണങ്ങൾ മാത്രമേ ഭരണഘടനയിൽ പറയുന്നു. ഒന്ന് തെളിയിക്കപ്പെട്ട മോശം സ്വഭാവം അല്ലെങ്കിൽ കഴിവില്ലായ്മ എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ് സുപ്രീം കോടതിയെ ജഡ്ജിയെ പുറത്താക്കുന്നതിനുള്ള കാരണങ്ങളായിട്ട് ഭരണഘടനയിൽ പറയുന്നത്. ഇനി എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഇത് പുറത്താക്കേണ്ടതെന്ന് പറയുന്ന ആ പ്രക്രിയ എന്താണെന്ന് എവിടെ പറയുന്നില്ല, ഈ പറയുന്ന ആർട്ടിക്കിളിൽ പറയുന്നില്ല. പകരം എവിടെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 എന്ന് പറയുന്ന നിയമത്തിലാണ് എങ്ങനെയാണ് എന്താണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇംപീച്ച്മെൻറ്റ് പ്രക്രിയ എന്താണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഏതിലാണ്? ആക്റ്റിലാണെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ ഈ പ്രമേയം നമുക്ക് ലോകസഭയിലോ രാജ്യസഭയിലോ എവിടെ വേണമെങ്കിലും പാസ്സാക്കാൻ പറ്റും. അമ്പീസ് പാസ്സാക്കാന്നല്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമുക്ക് ലോകസഭയിലും സാധിക്കും, രാജ്യസഭയിലും സാധിക്കും. ഇനി ലോകസഭയിലാണ് ഈ പറയുന്ന, അതായത് ഈ ജഡ്ജിയെ പുറത്താക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണെങ്കിൽ, അവിടെയാണെങ്കിൽ 100 അംഗങ്ങൾ ഒപ്പിട്ട ഒരു പ്രമേയം സ്പീക്കർക്ക് അവതരിപ്പിക്കണം. അപ്പോൾ ലോകസഭയിലാണ് സ്പീക്കർ ഉണ്ടാവുക, രാജ്യസഭയിൽ ആരുണ്ടാവുക? ചെയർമാൻ ഉണ്ടാവുക. അപ്പോൾ ലോകസഭയിലാണെങ്കിൽ 100 അംഗങ്ങൾ, ലോകസഭയിലെ അംഗങ്ങളിൽ 100 പേര് ഒപ്പിട്ട ആ പ്രമേയം, അതായത് ഈ ഇംപീച്ച്മെൻറ്റ് പ്രമേയം ആർക്ക് സമർപ്പിക്കണം? സ്പീക്കർക്ക് സമർപ്പിക്കണം. ഇനി അതല്ല രാജ്യസഭയിലാണെങ്കിൽ
50 അംഗങ്ങൾ, രാജ്യസഭയിലെ 50 അംഗങ്ങൾ ഒപ്പിട്ട ഈ പറയുന്ന നീക്കം ചെയ്യൽ പ്രമേയം ആർക്കാണ് അവതരിപ്പിക്കേണ്ടത്, ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ചെയർമാന് മുന്നിൽ സമർപ്പിക്കണം. ഓക്കെ, ഇനി അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇനി സ്പീക്കർക്ക് ചെയർമാന് ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്പീക്കർക്കോ ചെയർമാനോ വേണമെങ്കിൽ ഈ പ്രമേയം സ്വീകരിക്കാം, അതല്ലെങ്കിൽ അയാൾക്കത് നിരസിക്കാം. കാരണം സ്പീക്കർ, ഇപ്പം നമ്മൾ സ്പീക്കറിൻ്റെ കാര്യം പറയുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ സ്പീക്കർക്ക് ഈ സാധനം കിട്ടിയെന്ന് വിചാരിക്കുക, ഈ പ്രമേയം കിട്ടിക്കഴിഞ്ഞാൽ സ്പീക്കറുടേതായ രീതിയിൽ ഇതൊന്ന് അന്വേഷിക്കും. എന്നിട്ട് വേണമെങ്കിൽ സ്പീക്കർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രമേയം തള്ളിക്കളയാം അല്ലെങ്കിൽ സ്വീകരിക്കാം. ഇനി സ്വീകരിക്കുകയാണെങ്കിൽ, സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ ഈ പറയുന്ന പ്രമേയം സ്വീകരിക്കുകയാണെങ്കിൽ ഈ ആരോപണം അന്വേഷിക്കണമല്ലോ. അങ്ങനെ ആരോപണം, ഇതിൽ പറയുന്ന ആരോപണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ എന്ത് ചെയ്യും? ഒരു 3 അംഗ സമിതിയെ നിയോഗിക്കും. ഓക്കെ, ഒരു 3 അംഗ സമിതിയെ നിയോഗിക്കും. ആ സമിതിയിൽ ആരൊക്കെ, അതായത് 3 അംഗ സമിതിയാണ്, 3 ആൾക്കാരാണ് ഈ സമിതിയിൽ ഉണ്ടാവുക. അത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ആരാണ്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ CJI, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിയിലെ CJI. അപ്പോൾ CJIനെയാണ് പുറത്താക്കേണ്ടതെങ്കിൽ ആരായിരിക്കും? മറ്റൊരു ജഡ്ജി ആയിരിക്കും. ഓക്കെ, സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ മാത്രമാണ് പുറത്താക്കേണ്ടതെങ്കിൽ CJI ആയിരിക്കും അതിൻ്റെ ചെയർമാൻ. ഇനി CJIനെയാണ് പുറത്താക്കേണ്ടതെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ മറ്റൊരു ജഡ്ജി, ഒരംഗം. ഇനി രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. ഇനി മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഒരു വിശിഷ്ട നിയമജ്ഞൻ. ഓക്കെ, അങ്ങനെ 3 പേരടങ്ങുന്ന സമിതിയാണ് ഉണ്ടാകുന്നത്. ഈ സമിതി എന്ത് ചെയ്യും? ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കും. ആ അന്വേഷിക്കുന്ന സമയത്ത് ഈ ആരോപണ വിധേയനായ ജഡ്ജിക്ക് ഈ സമിതിയുടെ മുൻപാകെ ഹാജരായിട്ട് അയാൾക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അങ്ങനെ ഈ സമിതി അന്വേഷിച്ചതിന് ശേഷം ആർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും? സ്പീക്കർക്കാണെങ്കിൽ സ്പീക്കർക്ക്, അല്ലെങ്കിൽ ചെയർമാൻ ആണെങ്കിൽ ചെയർമാൻ റിപ്പോർട്ട് സമർപ്പിക്കും. ഇനി ഈ സമിതി കുറ്റക്കാരൻ, ഈ പറയുന്ന ജഡ്ജി കുറ്റക്കാരനാണെന്ന് സമിതി കണ്ടെത്തുകയാണെങ്കിൽ സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രമേയം പരിഗണിക്കാൻ പറ്റും. ഇപ്പോൾ ലോകസഭയിലെ സ്പീക്കറാണ് സമിതിയെ വെക്കുന്നത്, ലോകസഭയിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്, സ്പീക്കർ ഈ സമിതിനെ വെച്ചു. സമിതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ സമിതി എന്ത് ചെയ്യും? ഈ പറയുന്ന റിപ്പോർട്ട് സ്പീക്കർക്ക് സമർപ്പിക്കും. കുറ്റക്കാരനാണെന്ന് കണ്ട് സ്പീക്കർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ എന്ത് ചെയ്യും? ഈ പറയുന്ന പ്രമേയം പരിഗണനയ്ക്കായിട്ട് സഭയുടെ മുന്നിൽ വെക്കും. എന്നിട്ട് അടുത്തെന്താണ്? വോട്ടിംഗ് ആണ്. ഇവർ വോട്ട് ചെയ്തിട്ട് ഈ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ മാത്രം അടുത്തത് രാജ്യസഭയിലേക്ക് അയക്കും. പിന്നെ അവിടെയും പാസ്സാക്കുകയാണെങ്കിൽ ജഡ്ജിനെ പുറത്താക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യും? പ്രമേയം സഭയ്ക്ക് അവതരിപ്പിക്കുകയാണ്. സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 368 കീഴിൽ പറയുന്ന പ്രത്യേക ഭൂരിപക്ഷത്തിലാണ് ഇത് പാസ്സാക്കേണ്ടത്. അപ്പോൾ ഇത്രയും ചുരുക്കി പറഞ്ഞാൽ പ്രത്യേക ഭൂരിപക്ഷത്തിലാണ് ഇത് പാസ്സാക്കേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പ്രമേയം ലോകസഭയും രാജ്യസഭയും പാസ്സാക്കേണ്ടത് പ്രത്യേക ഭൂരിപക്ഷത്തിലാണ്. ഓക്കെ, ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 368 കീഴിൽ വരുന്ന പ്രത്യേക ഭൂരിപക്ഷമാണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അതെന്താണെന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സംഭവത്തിലുള്ളൂ, സഭയിൽ വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭൂരിപക്ഷം, 2/3, 2/3 ഭൂരിപക്ഷം. കൂടാതെ ഈ ഭൂരിപക്ഷം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ 50% കുറയാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, നമുക്ക് ആവശ്യമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇത്ര മനസ്സിലാക്കി വയ്ക്കുക. ലോകസഭയിലും രാജ്യസഭയിലും സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കാൻ, സുപ്രീം കോടതി ജഡ്ജി മാത്രമല്ല ഹൈക്കോടതി ജഡ്ജിക്കും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അവിടെ എത്തുമ്പോൾ ഞാൻ വീണ്ടും പറയും. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കാനുള്ള പ്രമേയം ലോകസഭയും രാജ്യസഭയും പാസ്സാക്കേണ്ടത് പ്രത്യേക ഭൂരിപക്ഷത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക, പ്രത്യേക ഭൂരിപക്ഷത്തിലാണ് പാസ്സാക്കേണ്ടത്. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർലമെൻറ്റ് എന്ത് ചെയ്യും? ഇവരെ പുറത്താക്കി എന്നുള്ള സംഭവം രാഷ്ട്രപതിനെ എഴുതി അറിയിക്കും. രാഷ്ട്രപതിക്ക് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രപതി ഇദ്ദേഹത്തെ ഈ പറയുന്ന ജഡ്ജിയെ പുറത്താക്കുന്ന ഉത്തരവ് രാഷ്ട്രപതി ഇറക്കും. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് രാഷ്ട്രപതിയാണ് ഇദ്ദേഹത്തെ പുറത്താക്കുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിന് മുന്നോടിയായിട്ട് ഇത്രയും പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. ഈ 3 അംഗ സമിതിയിൽ ആരൊക്കെയുള്ളതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ലോകസഭയിലാണെങ്കിൽ 100 അംഗങ്ങളുടെയാണ്, രാജ്യസഭയിലാണെങ്കിൽ 50 അംഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേക ഭൂരിപക്ഷമാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത സുപ്രീം കോടതി ഇരിപ്പിടം. നമ്മൾ പറഞ്ഞു ഡൽഹിയിലാണ് സുപ്രീം കോടതി ഇരിപ്പിടം എന്ന് പറയുന്നത്. ഭരണങ്ങളിൽ പറയുന്നത് അങ്ങനെയാണ്. ന്യൂഡൽഹിയിലെ തിലക് മാർഗാണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയുടെ സീറ്റ് എന്ന് പറയുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ ഇരിപ്പിടം മറ്റ് സ്ഥലങ്ങളിലേക്ക് നിയമിക്കാൻ ആർക്ക് സാധിക്കും? ഭരണഘടന ആർക്ക് അധികാരം കൊടുക്കുന്നുണ്ട്? ചീഫ് ജസ്റ്റിസിന് അധികാരം നൽകുന്നുണ്ട്. പക്ഷേ
നമ്മുടെ പ്രസിഡന്റിനുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ ചീഫ് ജസ്റ്റിസ് അങ്ങനെ ഒരു തീരുമാനം സ്വീകരിക്കാൻ സാധിക്കൂ. പക്ഷേ ഇങ്ങനെ മനസ്സിലാക്കിയോ, ഇരിപ്പിടം വേണമെങ്കിൽ മാറ്റാൻ ആർക്ക് സാധിക്കും? ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. ഇനി സുപ്രീം കോടതിയുടെ സ്വാതന്ത്ര്യം, നിഷ്പക്ഷത ഈ പറയുന്നതൊക്കെ സുപ്രീം കോടതിയുടെ പ്രവർത്തനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ സുപ്രീം കോടതിക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിൽ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഭരണഘടന എന്തൊക്കെ വ്യവസ്ഥകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? നിയമന രീതി നമ്മൾ പറഞ്ഞു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തന്നെയാണ്, അല്ലേ? അല്ലാതെ വേറെ ആർക്കും, ഇപ്പോൾ ലെജിസ്ലേച്ചറിനോ അതായത് പാർലമെൻറ്റ് അങ്ങനത്തെ ബോഡികൾക്ക്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്, പ്രധാനമന്ത്രി, മറ്റ് മന്ത്രി, ഇവർക്കൊന്നും ഇതിൽ കൈകടത്താൻ സാധിക്കില്ല. അപ്പോൾ അവിടെ എന്തുണ്ട്? ഇവരുടെ സ്വാതന്ത്ര്യം അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ കാലാവധിയുടെ സുരക്ഷ, ഇവരെ ചുമ്മാ ഒന്നും പുറത്താക്കാൻ സാധിക്കില്ല. ഈ പറയുന്ന രീതിയിൽ പ്രത്യേക ഭൂരിപക്ഷത്തിൽ മാത്രമേ ആരെ പുറത്താക്കാൻ സാധിക്കുള്ളൂ? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ പുറത്താക്കാൻ സാധിക്കും. അപ്പോൾ തോന്നുന്ന പോലെ ഒന്നും പുറത്താക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ്? കാലാവധിയുടെ സുരക്ഷ അവിടെയുണ്ട്. അതുപോലെ തന്നെ നിശ്ചിത സേവന വ്യവസ്ഥകൾ. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം, അലവൻസ്, ആനുകൂല്യങ്ങൾ, അവധി, പെൻഷൻ എന്നിവ സാമ്പത്തിക അടിയന്തരാവസ്ഥ സാഹചര്യങ്ങളിൽ ഒഴികെ ഇവരുടെ ഉദ്യോഗ കാലയളവിൽ ഇവർക്ക് പ്രതികൂലമായി ഒരു മാറ്റം കൊണ്ടുവരാൻ. അതായത് ഒരു ജഡ്ജി ഇപ്പോൾ നിലവിൽ അപ്പോയിൻറ്റ് ചെയ്തു, നിയമിച്ചു. ആ നിയമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശമ്പളം എന്താണ്, അലവൻസ് എന്താണ്, അത് തന്നെയായിരിക്കും അദ്ദേഹം വിരമിക്കുന്നത് വരെ. അത് കൂടുതലല്ലാതെ ഒരിക്കലും അത് കുറയില്ല. കുറയാനുള്ള ഒറ്റ സാഹചര്യം എന്നത് ഏതെങ്കിലും ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാവും മാത്രമേ ഇത് കുറയുള്ളൂ. അല്ലാത്ത ഒരു സാഹചര്യങ്ങളിലും ഒരു ജഡ്ജിയുടെ ശമ്പളമോ പെൻഷനോ അവധിയോ ആനുകൂല്യങ്ങളോ ഒന്നും കുറയ്ക്കാൻ ആർക്കും സാധിക്കില്ല. അത് കൂടിക്കൂടിയേ പോവുള്ളൂ, അല്ലാതെ ഒരിക്കലും കുറയാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ എന്തുണ്ട്? നിശ്ചിത സേവന വ്യവസ്ഥകളും ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ശമ്പളം, ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ, അവിടെ സുപ്രീം കോടതിയിലെ സ്റ്റാഫുകളുടെ, സുപ്രീം കോടതിയിലെ എല്ലാ ഭരണപരമായ ചെലവുകളും ഇതൊക്കെ ഈടാക്കുന്നത് നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഭാരതത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർലമെൻറ്റിൻ്റെ അനുമതിയുടെ ആവശ്യമില്ല, പാർലമെൻറ്റിൻ്റെ വോട്ടിൻ്റെ ആവശ്യമില്ല. അതെന്തുകൊണ്ട് ആവശ്യമില്ല എന്നൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഇതൊക്കെ ഈടാക്കുന്നത് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. നമ്മുടെ പരീക്ഷയ്ക്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ജഡ്ജിമാരുടെ പെരുമാറ്റം ചർച്ച ചെയ്യാൻ കഴിയില്ല. അതായത് ജഡ്ജിമാർ അവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് അവരെടുക്കുന്ന ആക്ഷൻസും കാര്യങ്ങളൊന്നും ഒരു പാർലമെൻറ്റിലും ഒരു സംസ്ഥാന നിയമസഭയിലും ഒന്നും ചർച്ചയ്ക്ക് വിധേയമാക്കാൻ സാധിക്കുന്നതല്ല. ഓക്കെ, ആ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ഇനി അവഹേളനത്തിന് ശിക്ഷിക്കാനുള്ള അധികാരം, കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കുക എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കോടതി അലക്ഷ്യത്തിന് സുപ്രീം കോടതിക്ക് ഏത് വ്യക്തിയെയും ശിക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും ഒരു സ്ഥാപനത്തിനും ഒരാൾക്കും വിമർശിക്കാനോ എതിർക്കാനോ സാധിക്കുന്നതല്ല. അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാൻ ആർക്ക് സാധിക്കും? സുപ്രീം കോടതിക്ക് സാധിക്കും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കോടതിയുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനായിട്ട് ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി സുപ്രീം കോടതിയുടെ അധികാര പരിധികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അധികാര പരിധികളുണ്ട്. അതിൽ ഒരെണ്ണമാണ് യഥാർത്ഥ അധികാര പരിധി അഥവാ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ അഥവാ ഒറിജിനൽ അധികാര പരിധി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 131 അതായത് ഒറിജിനൽ എന്ന് സാധാരണഗതിയിൽ കീഴ്ക്കോടതികൾ, അതായത് ഹൈക്കോടതിയിൽ നിന്നും അപ്പീൽ വഴിയാണ് സാധാരണഗതിയിൽ എവിടെ പോകുന്നത്? സുപ്രീം കോടതിയിൽ പോകുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കും. ഓക്കെ, അതിലൊരു കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റിട്ട് അധികാര പരിധി എന്ന പേരിൽ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ മൗലിക അവകാശങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് മൗലിക അവകാശം ലംഘിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്നാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പക്ഷെ നമ്മൾ രണ്ടായിട്ട് തന്നെ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് പറയാം? ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ്റെ കീഴിലാണ് ഈ റിട്ട് അധികാര പരിധി വരുന്നതെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ രണ്ടായിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാനുള്ള സംഭവമാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാര പരിധി വരുന്ന ചില കേസുകളുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കേസുകളും ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത് സുപ്രീം കോടതിയിൽ മാത്രമാണെന്ന് പറഞ്ഞാൽ ആ കേസ് നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോയി വാദിക്കാനുള്ള അവസരം കിട്ടുന്ന കേസുകളെയാണ് നമ്മൾ യഥാർത്ഥ അധികാര പരിധിയിൽ വരുന്ന കേസുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫെഡറൽ കോടതി എന്ന നിലയിൽ സുപ്രീം കോടതി ഇന്ത്യൻ ഫെഡറേഷൻ്റെ വിവിധ യൂണിറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് തീരുമാനിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഫെഡറേഷൻ്റെ വിവിധ യൂണിറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് കേന്ദ്രമാണ്, അല്ലേ? പിന്നെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഇതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുണ്ടാവുന്ന തർക്കങ്ങൾ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുണ്ടാവുന്ന തർക്കങ്ങൾ, ഓക്കെ, ഇനി കേന്ദ്രവും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടാകുന്ന തർക്കങ്ങൾ, അങ്ങനെ എന്ത് തർക്കങ്ങളും ആയിക്കോട്ടെ, ഈ തർക്കങ്ങളൊക്കെ എവിടെയാണ് നേരിട്ട് പോകുന്നത്? സുപ്രീം കോടതിയിലാണ് പരിഗണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതാണ് ഇന്ത്യൻ ഫെഡറേഷൻ്റെ വിവിധ യൂണിറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുണ്ടാകുന്ന തർക്കം, കേന്ദ്രവും ഒരു സംസ്ഥാനവും തമ്മിലുണ്ടാകുന്നത്, അല്ലെങ്കിൽ കേന്ദ്രവും ഒരുപാട് സംസ്ഥാനങ്ങളും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്രവും കുറച്ച് സംസ്ഥാനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, അങ്ങനെ എല്ലാ തർക്കങ്ങളും ഈ ഫെഡറേഷൻ്റെ യൂണിറ്റുകൾ തമ്മിലുണ്ടാകുന്ന എല്ലാ തർക്കങ്ങളും സുപ്രീം കോടതിയിലാണ് പരിഗണിക്കുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക.
ഓക്കെ, ഇനി റിട്ട് അധികാര പരിധി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനും സൂക്ഷിപ്പുകാരനുമായി ഭരണഘടന സുപ്രീം കോടതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പഠിച്ചു. ദുരിതം അനുഭവിക്കുന്ന പൗരന്റെ മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നതിനായി സുപ്രീം കോടതിക്ക് യഥാർത്ഥ അധികാര പരിധി നൽകിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്, നേരിട്ട് സുപ്രീം കോടതിയിൽ പോവാം. പക്ഷേ എന്താണ്, എന്നിരുന്നാലും സുപ്രീം കോടതിയുടെ റിട്ട് അധികാര പരിധി പ്രത്യേകമായ ഒന്നല്ല, എക്സ്ക്ലൂസീവ് അല്ല. പ്രത്യേകമായ ഒന്നല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഭരണഘടന നമ്മുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ മാത്രമല്ല പോകാൻ സാധിക്കുന്നത്, എവിടെയും പോകാൻ സാധിക്കും, ഹൈക്കോടതിയിലും പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ പറയുന്ന അധികാരപരിധി, ഈ റിട്ട് അധികാരപരിധിയിൽ വരുന്ന സംഭവം പ്രത്യേകമായ ഒന്നല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് എവിടെയും പോകാൻ പറ്റും, നമുക്ക് ഹൈക്കോടതിയെ നമുക്ക് സമീപിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രത്യേകമായ ഒന്നല്ല എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോടതിക്കും സാധിക്കും, ഹൈക്കോടതിയിലേക്കും നമുക്ക് ഈ പറയുന്ന മൗലിക അവകാശം ലംഘിക്കപ്പെടുന്ന കേസിൽ നമുക്ക് സമീപിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും റിട്ട് അധികാര പരിധികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സുപ്രീം കോടതിയിൽ നേരിട്ട് പോയിട്ട് റിട്ട് പുറപ്പെടുവിക്കാനുള്ള ആ ഒരു ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാൻ സാധിക്കൂ. പക്ഷേ നമ്മുടെ ഹൈക്കോടതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഹൈക്കോടതിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലും മറ്റ് സാഹചര്യങ്ങളിലും റിട്ട് പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹൈക്കോടതിയുടെ റിട്ട് അധികാര പരിധിയാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാര പരിധിയേക്കാൾ വലുത് അല്ലെങ്കിൽ വിശാലമായത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി അപ്പീൽ അധികാര പരിധി നമ്മൾ സാധാ പറഞ്ഞ പോലെ തന്നെ കീഴ്ക്കോടതിയിൽ നിന്ന് അപ്പീൽ എവിടെ പോകും, ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ നേരിട്ട് സുപ്രീം കോടതിയിൽ അപ്പീലായിട്ട് പോകും. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി പ്രാഥമികമായി എന്താണ്, ഒരു അപ്പീൽ കോടതിയാണ്. ഹൈക്കോടതിയുടെ വിധികൾക്കെതിരായ അപ്പീലുകളാണ് കേൾക്കുന്നത് സാധാരണ സുപ്രീം കോടതി. ഓക്കെ, ഇനി അടുത്താണ് ഉപദേശക അധികാരി. ഈ ആർട്ടിക്കിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ആർട്ടിക്കിൾ 143 ഉപദേശക അധികാര പരിധി എന്ന് പറയുന്നത് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നതാണ്. അതായത് ചില കാര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഉപദേശം ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതിയുടെ ആ പർട്ടിക്കുലർ കാര്യത്തിൽ ഒരു ഉപദേശം തേടാൻ സാധിക്കും. അതാണ് രാഷ്ട്രപതിക്ക് ഈ സുപ്രീം കോടതിയോട് അഭിപ്രായം ചോദിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143. അതാണ് നമ്മൾ ഉപദേശക അധികാര പരിധി എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ അഭിപ്രായം രാഷ്ട്രപതിക്ക് തേടാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ട് സാഹചര്യങ്ങളിലാണ് സാധാരണ രാഷ്ട്രപതി തേടാറ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പൊതുപ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വസ്തുതയുടെയോ ഏതെങ്കിലും ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സന്ദർഭം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന 1950 നിലവിൽ വരുന്നത്. അതിനു മുന്നേ നിലനിൽക്കുന്ന ഏതെങ്കിലും ഉടമ്പടിയോ ഏതെങ്കിലും ഏതെങ്കിലും കരാറോ അവയുമായൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് അത് ആരോട് ചോദിക്കാൻ പറ്റും, നമ്മുടെ സുപ്രീം കോടതിയോട് ചോദിക്കാൻ പറ്റും. ആ രണ്ട് സന്ദർഭങ്ങളാണ്. സന്ദർഭം എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രപതി ഒരു സംശയം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സുപ്രീം കോടതിക്ക് ഈ പറയുന്ന സംശയം നിവർത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ സന്ദർഭം പറയുന്നത്, അതായത് ഭരണഘടനയ്ക്ക് മുന്നേ നിലനിൽക്കുന്ന ഏതെങ്കിലും ഉടമ്പടിയോ കരാറോ ആയി ബന്ധപ്പെട്ട തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രപതി ഒരു സംശയം അല്ലെങ്കിൽ ഒരു അഭിപ്രായം സുപ്രീം കോടതിയോട് ചോദിക്കുന്നെങ്കിൽ സുപ്രീം കോടതി നിർബന്ധമായിട്ടും അത്തരം കാര്യത്തിൽ അഭിപ്രായം നൽകണമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. ഈ ആദ്യം പറഞ്ഞ സന്ദർഭത്തിൽ നിർബന്ധമായിട്ടും സുപ്രീം കോടതി നൽകണമെന്നില്ല. സുപ്രീം കോടതിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അഭിപ്രായം നൽകിയാൽ മതി. പക്ഷേ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിൽ ഭരണഘടനയ്ക്ക് മുന്നേയുള്ള ഏതെങ്കിലും കരാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് സംശയം ചോദിച്ചതെങ്കിൽ നിർബന്ധമായിട്ട് സുപ്രീം കോടതി കൊടുക്കണമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. ഇനി അത്തരത്തിൽ ഏത് അവസരത്തിലും സുപ്രീം കോടതി നൽകുന്ന അഭിപ്രായം എന്ന് പറയുന്നത് വെറും ഉപദേശക സ്വഭാവമുള്ളത് മാത്രമാണ്. അതായത് രാഷ്ട്രപതിക്ക് ഈ പറയുന്ന രണ്ട് സന്ദർഭങ്ങളിലും സുപ്രീം കോടതി ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഉപദേശം രാഷ്ട്രപതിക്ക് നൽകിയെന്ന് വിചാരിക്കുക. പക്ഷേ രാഷ്ട്രപതിക്ക് എന്തില്ല, ആ നൽകുന്ന ഉപദേശം സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വേണമെങ്കിൽ മാത്രം രാഷ്ട്രപതിക്ക് അത്തരം ഒരു ഉപദേശം സ്വീകരിച്ചാൽ മതി, നിർബന്ധമില്ല എന്ന് മാത്രം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി രാഷ്ട്രപതിയുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ ആലോചിക്കുക, രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന തർക്കങ്ങൾ അത് എവിടെയാണ് പരിഹരിക്കപ്പെടുന്നത്, സുപ്രീം കോടതിയിലാണ്. അത് ഒരിക്കലും ഹൈക്കോടതിയിലേക്ക് അത്തരം കാര്യങ്ങൾ പോകില്ല. അതെവിടെയാണ് പോകുന്നത്, സുപ്രീം കോടതിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പിന്നെ നമ്മുടെ
ജുഡീഷ്യറി നമ്മൾ പറഞ്ഞു, ജുഡീഷ്യറി എന്ന് പറയുന്ന വാക്ക്, അതായത് ജുഡീഷ്യറി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ജുഡീഷ്യറി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ്. ഓക്കെ, അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിൽ നിന്നാണ് നമ്മൾ ജുഡീഷ്യറി എന്ന് പറയുന്ന ആശയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, അതായത് ജുഡീഷ്യൽ അവലോകനം, നിയമപരമായ അവലോകനം, ജുഡീഷ്യൽ റിവ്യൂ എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കൽ. ഈ 3 കാര്യം നമ്മൾ എവിടുന്ന കടമെടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ജുഡീഷ്യറി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പക്ഷേ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, അതേപോലെ ജുഡീഷ്യൽ അവലോകനം അതെന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന 3 കാര്യങ്ങളും നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണെന്ന് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് ആർട്ടിക്കിൾ 143 ഒന്ന് ആലോചിച്ച് വെക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129. ആർട്ടിക്കിൾ 129 എന്ന് പറയുന്നത് ഇതെന്താണെന്ന് പറഞ്ഞു വെച്ചാൽ സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറയുന്നതാണ് ഈ ആർട്ടിക്കിൾ. അതായത് സുപ്രീം കോടതി എന്ന് പറയുന്നത് ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129 എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ ആ വിധി എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും അത് ബാധകമാണ്. ഓക്കെ, ആ വിധി പുറപ്പെടുവിച്ചാൽ അതൊരു റെക്കോർഡായിട്ട് അവിടെ സൂക്ഷിക്കപ്പെടുകയാണ്. ആ വിധി എന്ന് പറയുന്നത് റെക്കോർഡായിട്ട് സൂക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധി പിന്നീട് വരുന്ന എല്ലാ കേസുകളിലും മറ്റ് കോടതികളും ഇനിയിപ്പോൾ സുപ്രീം കോടതി തന്നെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പരാമർശിക്കാം. ഓക്കെ, നമ്മളങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു പ്രസ്താവന എന്നൊക്കെ പറയുന്നത് അത്തരത്തിലൊരു ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. അത് പിന്നീട് ഒരിക്കലും ഒരാൾക്കും ചോദ്യം ചെയ്യാനൊന്നും സാധിക്കാത്ത ഒരു വലിയ ഒരു കോർട്ട് ഓഫ് റെക്കോർഡായിട്ടിരിക്കുന്ന സംഭവമാണെന്നാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോടതിയുടെ ഓരോ ഉത്തരവും വിധികളും പിന്നീട് അങ്ങോട്ടുള്ള ഒരു മാതൃകയായിട്ട് അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കമായിട്ട് തുടരുന്ന ഒരു സംഭവമാണെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 129 കോർട്ട് ഓഫ് റെക്കോർഡിൽ നിന്നാണ് കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള സുപ്രീം കോടതിക്ക് അധികാരം ലഭിക്കുന്നത്. അപ്പോൾ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 129 നിന്നാണ്. ഓക്കെ, അതായത് ഒരു വിധി പുറപ്പെടുവിച്ചാൽ ആ വിധി എല്ലാവരും അനുസരിക്കണം എന്ന് പറയുന്നതാണെന്ന്, അല്ലെങ്കിൽ ആ വിധി അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണെന്ന് പറയുന്നതാണ് കോർട്ട് ഓഫ് റെക്കോർഡ്. ഇനി ആരെങ്കിലും ആ വിധി അനുസരിച്ചില്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് വരുന്നത് ഇതിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എന്ത് പറയാം, കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള സുപ്രീം കോടതി അധികാരം എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 129 നിന്നാണ്. ഇതേ ആർട്ടിക്കിൾ 129 ആണ് എന്ത് പറയുന്നത്, സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പറയുന്നത്. ആ കാര്യം കൂടി ഒന്ന് ആലോചിക്കുക. ഇനി നമുക്ക് കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. ലോകത്തിലെ മറ്റേതൊരു സുപ്രീം കോടതിയേക്കാളും കൂടുതൽ അധികാരങ്ങൾ ഇന്ത്യൻ സുപ്രീം കോടതിക്കുണ്ട് എന്ന് പറയുന്നത് ആരാ പറഞ്ഞത്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് ഹരിലാൽ ജെ കനിയയാണ്. വർഷം ഒന്ന് നോക്കി വയ്ക്കുക. ഇന്ത്യയിലെ രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എം പതഞ്ജലി ശാസ്ത്രിയാണ്. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി YV ചന്ദ്രചൂഡാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ അച്ഛനാണ് ഇദ്ദേഹം. ആദ്യ മലയാളി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ KG ബാലകൃഷ്ണനാണ്. 48ാമത്തത് NV രമണ. 49 UU ലളിത്. ഇപ്പോൾ നിലവിലുള്ളത് 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കുക. ഇപ്പോൾ നിലവിലുള്ളത് 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹത്തിൻ്റെ പേര് DY ചന്ദ്രചൂഡ് എന്നാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി P ഗോവിന്ദ മേനോനാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ്. സുപ്രീം കോടതി ജഡ്ജിയായ രണ്ടാമത്തെ വനിത ജസ്റ്റിസ് സുജാത വി മനോഹറാണ്. സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷക എന്ന പദവി ലഭിച്ച ആദ്യത്തെ വനിത ലീല സേത്താണ്. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷക എന്ന പദവി ലഭിച്ച ആദ്യത്തെ വനിത ലീല സേത്താണ്. ഈ ലീല സേത്തിൻ്റെ ആത്മകഥയാണ് ഓൺ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുപ്രീം കോടതിയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക.
താങ്ക് യു.